ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. AI ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ സിഇഒമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തി. കൃഷി, പരിസ്ഥിതി സംരക്ഷണം, മാതൃഭാഷയിലുള്ള ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി സംരംഭകരുമായി ചർച്ച ചെയ്തു. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപകർക്ക് വലിയ താൽപര്യമുണ്ടെന്നും വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളെ സംരംഭകർ പ്രശംസിച്ചു. ആഗോള AI രംഗവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രഖ്യാപനത്തിന് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് അംഗീകാരം നൽകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയുടെ 5ാം ദിവസമായ ഇന്ന് GPAI ഉന്നതതല കൌൺസിൽ യോഗങ്ങളും ചേരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയിലെ ആഗോള സഹകരണ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗങ്ങളിൽ നടക്കും. സമഗ്രവും ഉത്തരവാദിത്തപൂർണ്ണവുമായ AI ഉപയോഗിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഉച്ചകോടി കൂടുതൽ കരുത്ത് പകരും. ഉച്ചകോടിയുടെ ഭാഗമായുള്ള AI ഇംപാക്ട് എക്സ്പോയ്ക്ക് നാളെയാണ് സമാപനമാവുക. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിൽ എത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക് ആന്റ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ US പാക് സിലിക്ക പ്രഖ്യാപനം ഒപ്പുവച്ച ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷിതമായ ആഗോള സിലിക്കൺ സാങ്കേതിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി ക്രിട്ടിക്കൽ മിനറലുകൾ, സെമി കണ്ടക്ടർ നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ. ഇന്ത്യയുടെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റ് ഉടൻ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ, ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 1,31,26,048 പേർ പുരുഷന്മാരും 1,38,27,319 പേർ സ്ത്രീകളുമാണ്. 2,23,558 പ്രവാസി വോട്ടർമാരും 54,110 സർവീസ് വോട്ടർമാരും ഉണ്ട്. നാളെ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും നിരസിച്ചതുമായിട്ടുള്ള ഇലക്ടറൽ ഓഫീസർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകാനാവും. നാളെ മുതൽ ഇതിനുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന കൽപ്പറ്റ ടൌൺഷിപ്പിലെ വീടുകളുടെ നറുക്കെടുപ്പ് നടത്തി. മന്ത്രി കേളുവിന്റെ അധ്യക്ഷതയിലാണ് നറുക്കെടുപ്പ് നടന്നത്. നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന വീടുകളിൽ ഉദ്ഘാടനത്തിന് മുൻപ് മതാചാരപ്രകാരം ഗുണഭോക്താക്കൾക്ക് ചടങ്ങുകൾ നടത്താൻ അവസരമുണ്ടാകും. 3 മാസത്തേക്ക് ഗുണഭോക്താക്കൾ വൈദ്യുതി, വെള്ളക്കരം ഉൾപ്പെടെ സർക്കാരിലേക്കുള്ള ഒരു ഫീസും അടയ്ക്കേണ്ടതില്ല. ദുരന്തത്തിൽ നാശം നേരിട്ട സംരംഭങ്ങൾക്കും കച്ചവടക്കാർക്കും സർക്കാർ സഹായം നൽകുമെന്നും മന്ത്രി OR കേളു പറഞ്ഞു. ടൌൺഷിപ്പ് ഉദ്ഘാടനം സംബന്ധിച്ച സംഘാടക സമിതി യോഗത്തിനു ശേഷമായിരുന്നു നറുക്കെടുപ്പ്. ഈ മാസം 25-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായി പരാതി. 5 വർഷം മുൻപ് ഗർഭപാത്രം നീക്കം ചെയ്ത പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് എക്സ്റേ എടുത്തപ്പോൾ കത്രിക കണ്ടെത്തിയത്. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അന്നത്തെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ ഡോക്ടർ ഷാഹിദയാണ് സർജറി നടത്തിയത്. വന്ദേമാതരം CISF കോസ്റ്റൽ സൈക്ലത്തോൺ 2026 മറ്റന്നാൾ കൊച്ചിയിൽ സമാപിക്കും. പശ്ചിമ തീരസംഘം ഇന്നലെ കേരളത്തിൽ പ്രവേശിച്ചു. പൂർവ്വ തീരസംഘം ഇന്ന് എത്തിച്ചേരും. കേരളത്തിൽ നിന്നും 10 പേരാണ് സൈക്ലത്തോൺ സംഘത്തിലുള്ളത്. ഇതിൽ 5 വനിതകളാണ്. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സാമൂഹ്യ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് CISF സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 25 ദിവസം 6553 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൈക്ലത്തോൺ ഞായറാഴ്ച കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബാംദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.